മനസ്സിലാക്കാനാവുന്നത് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നമുക്കിപ്പോൾ തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട് വന്നു. ഇവിടെ നിന്ന് ബാക്കി JCB കൊണ്ട് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഇല്ല. പിന്നെ പുതിയ ഇതെല്ലാം ഇപ്പോൾ മാറാൻ പോയില്ലേ. മറ്റേ തീർന്നു കഴിഞ്ഞിട്ട് ഉദ്ഘാടനം അടുത്ത മാസം തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പുതിയ ബില്ലിലേക്ക് മാറുമ്പോൾ ഈ പ്രശ്നം ഇത് തന്നെയല്ലേ കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനമാണ്. ആ മുറിക്കകത്ത് കയറുക അവരെ നമുക്കുണ്ട്. ഇപ്പോൾ കാര്യമായ പരിക്കൊന്നുമില്ല, ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ഗുരുതരമായ പരിക്കാർക്കും ഇല്ല. 2 പേരെയാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്, ഗുരുതരമായ അവർ കയറുകയാണെന്നാണ് പറഞ്ഞത്. അല്ല, ഇതും അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് മാറാൻ പോവില്ലേ, പുതിയ വെട്ടം പടന്ന് തീർന്നു. പിന്നില് ഏതായാലും മന്ത്രി പറയുന്നതനുസരിച്ച് ഗൗരവപരമായിട്ടുള്ള പരിക്ക് ഇല്ല. പക്ഷേ 2 ആളുകൾ ഈ കെട്ടിടത്തിൽ കയറിയതാണ്, അല്ലെങ്കിൽ കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മന്ത്രി എന്തായാലും ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവരുടെ വിവരങ്ങൾ ലഭ്യമാകും. ഇതുമായി ഈ ആശുപത്രി അധികൃതരുമായിട്ട് മന്ത്രി നിലവിൽ ഇപ്പോൾ ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കെട്ടിടം ഉടനെ തന്നെ ഇവിടുന്ന് മാറാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീണതെന്നാണ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബാത്റൂം ഭാഗമാണ്, അവിടേക്ക് 2 ആളുകൾ പ്രവേശിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മന്ത്രി എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും